ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സായനവേളയിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് തന്ന വലിയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇടിയെന്ന മിനിഷ് പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമെ കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ദൈവമക്കൾക്കും നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ വചനത്തിന് മുമ്പാകെ നമുക്കായിരിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51 അധ്യായം അതിന്റെ 22 വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51 അധ്യായം അതിന്റെ 22 വേദഭാഗം. നിന്റെ കർത്താവായ യഹോവയും തന്റെ ജനത്തിന്റെ വ്യവഹാരം നടത്തുന്ന നിന്റെ ദൈവവുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ പരിഭ്രമത്തിന്റെ പാനപാത്രം, എന്റെ ക്രോധത്തിന്റെ പാനപാത്ര പുടം തന്നെ നിന്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇനി നീ അത് കുടിക്കയില്ല. നിന്നെ ക്ലേശിപ്പിക്കുന്നവരുടെ കയ്യിൽ ഞാൻ അത് കൊടുക്കും. വളരെ പരിചിതമായിട്ടുള്ള വേദഭാഗ ചിന്തകളിൽ നിന്നാണ് ഇന്ന് രാത്രികാലം ദൈവവചനം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേലിയ ജനം പ്രവാസത്തിലേക്ക് കടന്നുപോയ സാഹചര്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ആദ്യത്തെ 39 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ആ ജനത്തിനുള്ള ന്യായവിധിയെ കുറിച്ച്, ജഡ്ജ്മെന്റിനെ കുറിച്ചാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ 40 അധ്യായം തൊട്ട് ഇസ്രായേൽ ജനത്തിന് ദൈവം ഒരുക്കുന്ന രക്ഷണ്യ പദ്ധതികളെ കുറിച്ച്, ആ രക്ഷയുടെ ദൂതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഭാഗങ്ങളാണ് 40 മുതലുള്ള അധ്യായങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ വായിച്ച 51 അധ്യായം അതിന്റെ 22 വേദഭാഗത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് ദൈവവചനം പ്രതിപാദിക്കുകയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പരിഭ്രമത്തിന്റെ പാനപാത്രം, എന്റെ ക്രോധത്തിന്റെ പാനപാത്ര പുടം തന്നെ നിന്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇനി നീ അത് കുടിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. പരിഭ്രമത്തിന്റെ പാനപാത്രം, എന്റെ കോപത്തിന്റെ പാനപാത്ര പുടം, അത് ഞാൻ നിന്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇനി നീ അത് കുടിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം പറയുന്നു, ആമേൻ ആമേൻ, നിന്നെ ക്ലേശിപ്പിക്കുന്നവരുടെ കയ്യില് ഞാൻ അത് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രവാസത്തിന്റെ ആമേൻ ആ കഠിനമായിട്ടുള്ള ദൈവ കോപത്തിന്റെ ആമേൻ അനുഭവങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നും, ആമേൻ ദൈവത്തിന്റെ കോപം അവരിൽ നിന്ന് ദൈവം നീക്കുന്നുവെന്നും, അവർക്ക് ഒരു പുറപ്പാടിന് വേണ്ടിയുള്ള സാധ്യതകൾ തുറക്കപ്പെടുന്നു എന്നുമുള്ള ദൂതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ കൈമാറുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രവാസം 70 സംവത്സരമാണ്. 70 സംവത്സരത്തിന് ശേഷം അവർക്ക് മടങ്ങി അവരുടെ സ്വന്തം ദേശത്തേക്ക് കടന്നു പോകുവാനുള്ള വഴികൾ ദൈവം തുറന്നിടുമ്പോൾ, ഹല്ലേലൂയ, ആ വഴികളിലൂടെ പോകുവാൻ ആമേൻ ഇവര് താല്പര്യം കാണിക്കാതെ, ആമേൻ അവരുടെ ആമേൻ ജീവിത സാഹചര്യങ്ങളിൽ അവർ ഭയപ്പെട്ടുകൊണ്ട്, ആമേൻ മുമ്പോട്ടുള്ള വഴികളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, ആമേൻ മുമ്പോട്ട് പോകണമെങ്കിൽ ആമേൻ ഒരു യാത്ര മുമ്പിലുണ്ട്. അപ്പോൾ തന്നെ സ്വന്തം ദേശത്ത് എന്ന് കഴിഞ്ഞാൽ ആമേൻ അവിടെ കാണുവാൻ കഴിയുന്നത് എല്ലാം തീക്ക് ഇരയായി കിടക്കുന്ന സാഹചര്യങ്ങളാണ്. അവിടെ ചെന്ന് ആമേ പ്രൈസലോ അവരുടെ പാർപ്പിട സൗകര്യങ്ങൾ പണിതെടുക്കണം, ദേവാലയം പണിതെടുക്കണം, ആമേ പ്രൈസലോ മതിലുകൾ പണിതെടുക്കണം. പ്രൈസലോ. അപ്പോൾ ജീവിത സാഹചര്യത്തിന് വേണ്ടിയുള്ള ആമേ കാര്യങ്ങൾ നോക്കണം. ഇതെല്ലാം കൂടെ ഓർക്കുമ്പോൾ ഈ ജനത്തിന് മുമ്പോട്ട് പോകുവാൻ കഴിയാതെ അവര് വലിയ ഭയത്തിന് അടിമപ്പെട്ട്, വലിയ നിരാശയ്ക്ക് അടിമപ്പെട്ട് ആയിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് ആമേൻ ഇതിന്റെ പശ്ചാത്തലത്തിൽ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു ഭാഗമാണ് 37 അധ്യായം. അവിടെ ഉണങ്ങിയ അസ്ഥികളെ കുറിച്ച് പറഞ്ഞിട്ട് ആമേൻ അതിന്റെ താഴോട്ട് വരുമ്പോൾ ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമാണെന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും.
നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും എന്ന് യെഹെസ്കേൽ പ്രവാചകന് അവരോട് ദൂത് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഈ ജനത്തിന്റെ അവസ്ഥയാണ് ആമേൻ ഇവിടെ കാണിക്കുന്നത്. അവര് വളരെയധികം നിരാശരായിട്ട് ഒരു ശവക്കുഴിയിലേക്ക് ഇറങ്ങിപ്പോയതുപോലെ ഇനി ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയത്തില്ല, ഇനി ഒരിക്കലും ഒരു ദൈവപ്രവൃത്തി ജീവിതത്തിനകത്ത് കാണുവാൻ കഴിയത്തില്ല എന്നുള്ള നിരാശയുടെ ആഴങ്ങളിലേക്ക് അവർ കടന്നുപോയപ്പോൾ സർവശക്തനായ ദൈവം പറയുകയാണ്, ആ കുഴികളിൽ നിന്ന് ഞാൻ നിങ്ങളെ കയറ്റും, നിങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും, നിങ്ങളെ ജീവിപ്പിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. പ്രൈസലോ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാരംഭമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊക്കെ കടന്നു പോകുന്ന പല സാഹചര്യങ്ങൾ, പ്രൈസലോ, അത് നമ്മളെ പല നിലകളിലും ആമേൻ നമ്മുടെ ജീവിതത്തെ ബാധിക്കുമ്പോൾ, നിരാശപ്പെടുത്തുമ്പോൾ, അത് നമ്മളെ ഭാരപ്പെടുത്തുമ്പോൾ, അത് നമ്മളെ കഷ്ടതയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ, പ്രൈസലോ, അതിനൊരു അറുതി വന്നു, അടുത്ത ഒരു തലത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ദൈവിക ആലോചന വചനത്തിലൂടെ പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്. എങ്കിലും ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതം മാറുവാൻ കഴിയാതെ നിരാശയുടെ ലോകത്തില്, ഭയത്തിന്റെ ലോകത്തിലൊക്കെ പലപ്പോഴും നമ്മൾ അടിമപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെയുള്ളവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഇനി നിങ്ങൾ നിരാശയുടെ ആഴമുള്ള കുഴികളിലേക്ക് ഇറങ്ങിപ്പോയാലും അവിടെ നിന്ന് ദൈവം നിങ്ങളെ മടക്കി കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം തന്റെ ആത്മാവിനെ നമ്മളിലേക്ക് പകർന്നു നൽകി നമ്മുടെ നിരാശകളെ മാറ്റി നമ്മളെ ജീവിപ്പിച്ചുകൊണ്ട് ദൈവിക പദ്ധതിയിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടുവരുവാൻ ശക്തനാണെന്നാണ് ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസലോ. മുമ്പില് ഒരു മടങ്ങിപ്പോക്കിന് വേണ്ടിയുള്ള വഴി തുറന്നിട്ടിരിക്കുകയാ, സ്വന്തം ദേശത്തേക്ക് പോകാനുള്ള അവസരം തുറന്നിട്ടിരിക്കുകയാ. പ്രൈസലോ. എന്നാൽ ഈ ജനത്തെ സംബന്ധിച്ചിടത്തോളം മടങ്ങിപ്പോകുവാൻ പലരും ആഗ്രഹിക്കുന്നില്ല, അതിനുള്ള ബലമില്ല. പ്രൈസലോ. അവര് മുമ്പോട്ട് നോക്കുമ്പോൾ മുമ്പിൽ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. പ്രൈസലോ. അവിടം വരെ എത്തിച്ചേർന്ന ആ കാര്യങ്ങൾ ചെയ്തു തീർക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ്, ഒരു വിശ്വാസം അവരുടെ ജീവിതത്തിനകത്തില്ല. അങ്ങനെയുള്ളവരോടാണ് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് ഇവിടെ വചനത്തിനകത്ത് ഇടപെടുന്നത്. പ്രൈസലോ. 51-ാം അധ്യായം അതിന്റെ 1 മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ 3 പ്രാവശ്യം നിങ്ങൾ എൻ്റെ വാക്കുകളെ കേൾക്കുവീൻ എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസലോ. നിങ്ങൾ എൻ്റെ വാക്കുകളെ കേൾക്കുവീൻ. പ്രൈസലോ. ദൈവത്തിന്റെ വചനത്തെ കേൾക്കുക. എന്തിനാണ്? നിങ്ങളുടെ ജീവിതത്തിലെ നിരാശകൾ മാറുവാൻ, നിങ്ങൾ ദൈവപ്രവർത്തികളിലേക്ക് മുന്നോട്ട് സഞ്ചരിക്കുവാൻ നിങ്ങൾ ദൈവത്തിന്റെ വചനം കേട്ടെങ്കിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് എന്താ കാണുവാൻ കഴിയുന്നത്? ഉണങ്ങിയ അസ്ഥികളെ നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുവീൻ എന്ന് പ്രവാചകൻ അവരോട് വിളിച്ചു പറയുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസലോ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, പ്രൈസലോ, നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ആരെങ്കിലും വചനം കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, മുന്നോട്ട് പോകുവാൻ ശക്തിയില്ലാതെ ബലമില്ലാതെ ജീവിതത്തിനകത്തായിരിക്കുന്നുവെങ്കിൽ, മാനുഷിക ശബ്ദങ്ങൾക്ക് നിങ്ങളെ ബലപ്പെടുത്തുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ശബ്ദം, ഉയരങ്ങളിൽ നിന്ന് വെളിപ്പെടുന്ന ആ ദൈവത്തിന്റെ ഇമ്പമായിട്ടുള്ള ശബ്ദം, ആ വചനം നിങ്ങളുടെ ജീവിതത്തെ ശക്തീകരിക്കുവാൻ, ബലപ്പെടുത്തുവാൻ, മുന്നോട്ട് കൊണ്ടുപോകുവാൻ മതിയായതാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, നിങ്ങള് എൻ്റെ വാക്കുകളെ കേൾക്കുവീൻ. പ്രൈസലോ. എന്നിട്ട് 1-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പി. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. പ്രൈസലോ. ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ ഇടപെടുകയാണ്. അവരോട് ഒന്നാമതായിട്ട് പറയും, നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുക. പ്രൈസലോ. എന്നിട്ട് ദൈവം അവരോട് സംസാരിക്കുകയാ, ദൈവിക വചനം അവരോട് സംസാരിക്കുകയാ.
അവരോട് സംസാരിക്കുമ്പോൾ പ്രാരംഭമായിട്ട് അവരോട് പറയുന്നത് എന്താണ്? നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം. പ്രൈസലോ, എങ്ങോട്ട് തിരിഞ്ഞു നോക്കണം എന്നാണ് പറയുന്നത്? നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക്, നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? തിരിഞ്ഞു നോക്കുവാൻ ഇടവരണം. അതായത് അബ്രഹാമിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കണം, സാറായിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കണം. അബ്രഹാമിനെ ഏകനായിട്ട് വിളിച്ചു, ഹല്ലേലൂയ, അവനെ ദൈവം അനുഗ്രഹിച്ചു, അവനെ ദൈവം വർദ്ധിപ്പിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് വചനത്തിന് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ദൈവമക്കളെ, ക്ഷീണങ്ങൾ മാറുവാൻ, നിരാശകൾ മാറുവാൻ നമ്മൾ ഇന്നലകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ ആമേൻ ദൈവത്തിന്റെ വചനം പറയുകയാണ്, അബ്രഹാമിനെ ഏകനായിട്ട് വിളിച്ചു. ആമേൻ. അബ്രഹാമിന് ദൈവം സാറയെ നൽകി കൊടുത്തു. ആമേൻ. അവിടെ ഗർഭപാത്രം നിർജീവമായിരുന്നു, അത് മരിച്ച ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ ആ മരിച്ച അവസ്ഥയിൽ നിന്ന്, നിർജീവമായിരുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവം ഒരു നേഷനെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ, ദൈവം ഒരു ജനസമൂഹത്തെ പുറത്തു കൊണ്ടുവരുവാൻ ഇടവന്നു. പ്രൈസലോ. എന്നിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ അവരോട് ഇതിലൂടെ സംസാരിക്കുവാനുള്ളത്, ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കി നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കണം. അബ്രഹാമിനെ ഏകനായിട്ട് വിളിച്ചു, അവനെ അനുഗ്രഹിച്ചു, അവനെ വർദ്ധിപ്പിച്ചു, അവനെ ഒരു നേഷനാക്കി തീർത്തു. ആമേ, പ്രൈസ്. ആ ജനസമൂഹത്തിന്റെ ഭാഗമായി നിങ്ങൾ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളെ പ്രവാസത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുപോകുവാൻ ശക്തിയില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഇന്നലകളില് പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, ലോകത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് അവൻ നമ്മളെ വിടുവിച്ചു. അവൻ നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മരക്ഷ നൽകി തന്നു. ഹല്ലേലൂയ, ആമേൻ. ഓരോ ദിവസവും ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ, വചനത്തിന്റെ സഹായത്തോടെ ആമേൻ ദൈവത്തിന്റെ സന്നദ്ധിയിൽ മുന്നോട്ട് സഞ്ചരിക്കുവാൻ, ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിത്യത നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യതയിലേക്ക് നമ്മളെ ഓരോ ദിവസവും കരം പിടിച്ചു കൊണ്ടുപോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മളെ ഇതുവരെയും കൊണ്ടുവന്ന ദൈവത്തിന് ഇന്ന് രാത്രികാലം ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിനകത്ത് പ്രവർത്തിക്കുവാൻ ശക്തിയില്ലെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? ഹല്ലേലൂയ. ഇന്നലകളിൽ ദൈവം എന്നെ കൊണ്ടുവന്നുവെങ്കിൽ, ഇന്നലകളിൽ ദൈവം എന്നെ നടത്തിയെങ്കിൽ, ഇന്ന് ദൈവസ്ഥലത്തിൽ എന്നെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ, അവൻ എന്റെ ജീവിതത്തിനകത്ത് അവൻ ഇന്ന് പ്രവർത്തിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നാളുകളിൽ പ്രവർത്തിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇന്ന് രാത്രികാലം നമുക്ക് ഇടവരണം എന്നുള്ളതാണ് വചനം ശക്തമായിട്ട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രവാസം വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ അവര് തയ്യാറാകുന്നില്ല, അവർക്ക് ബലമില്ല, അവര് നിരാശപ്പെട്ടിരിക്കുക. അവരോട് പറയുക, ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ, അബ്രഹാമിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ. അവനെ ഏകനായിട്ട് ഞാൻ വിളിച്ചു, അവനെ ഞാൻ അനുഗ്രഹിച്ചു, അവനെ ഞാൻ വർദ്ധിപ്പിച്ചു. ഹല്ലേലൂയ. ആ ജനസമൂഹത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളും ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ആ ജനത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ആത്മീയ സത്യമാണ്, ആമേൻ, ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമാണ്? ഇന്ന് രാത്രികാലം ദൈവമക്കളെ, നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ചോദിക്കാനുള്ള ചോദ്യം അത് തന്നെയാണ്. ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമാണോ? ഹല്ലേലൂയ. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രികാലം പ്രവർത്തിക്കുവാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ അകത്തളങ്ങളിലേക്ക് കടന്നു വരുവാനാണ് ഈ വചനം പ്രാരംഭമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുക. ആമേ, പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. അവിടെ നിന്ന് ആമേ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് ഓർത്ത് അത് ഇന്ന് ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു വിശ്വാസമായിട്ട് ഒന്ന് ആമേൻ ഹല്ലേലൂയ കടഞ്ഞെടുക്കുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നലകളിൽ ദൈവം നടത്തിയ വിധങ്ങൾ, ഹല്ലേലൂയ, ഇന്നലകളിൽ ദൈവം നടത്തിയ അനുഭവങ്ങൾ, പ്രൈസ് ദി ലോർഡ്, അത് നമ്മുടെ ഇന്നുകളിലെ ജീവിതത്തിന് മുന്നോട്ട് പോകുവാൻ നമുക്ക് വിശ്വാസത്തെ നൽകി തരുന്നതാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായിട്ട് 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, എന്റെ ജനമേ എന്റെ വാക്ക് കേൾപ്പീൻ, എന്റെ ജാതിയെ എനിക്ക് ചെവി തരുവീൻ. ഉപദേശം എങ്കിൽ നിന്ന് പുറപ്പെടും, ഞാൻ എന്റെ ന്യായത്തെ വംശങ്ങൾക്ക് പ്രകാശമായി സ്ഥാപിക്കും. എന്റെ നീതി സമീപമായിരിക്കുന്നു, എന്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു. എന്റെ ഭുജങ്ങൾ വംശങ്ങൾക്ക് ന്യായം വിധിക്കും. ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു, എന്റെ ഭുജത്തിൽ അവർ ആശ്രയിക്കുന്നു. നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവീൻ, താഴെ ഭൂമിയെ നോക്കുവീൻ. ആകാശം പുക പോലെ പോയി പോകും, ഭൂമി വസ്ത്രം പോലെ പഴകും, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. എന്നാൽ എന്റെ രക്ഷ എന്നേക്കും ഇരിക്കും, എന്റെ നീതിക്ക്
നീക്കം വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ മുന്നോട്ട് നോക്കുക, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് നോക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്റെ ജനമേ, എന്റെ വാക്ക് കേൾക്കുക, എന്റെ ജാതിയെ എനിക്ക് ചെവി തരുവി, ഉപദേശം എങ്കിൽ നിന്ന് പുറപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ അവര് പ്രവാസത്തിലായിരുന്നപ്പോൾ ഹല്ലേലൂയ അവരെ ഉപദേശിച്ചിരുന്നത് ബാബിലോണ്യ സാമ്രാജ്യമായിരുന്നുവെങ്കിൽ, അവരെ നിയന്ത്രിച്ചിരുന്നത് ബാബിലോണ്യ സാമ്രാജ്യമായിരുന്നുവെങ്കിൽ, ഇന്നുകളിൽ അവർക്കുള്ള ആമേൻ ഹല്ലേലൂയ രക്ഷണ്യ ദൂതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് അവരോട് സംസാരിക്കുകയാണ്. ദൈവത്താൽ ഉപദേശിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് ആമേൻ നിങ്ങൾക്ക് മുമ്പിൽ ആമേൻ ദൈവ വാഗ്ദത്തങ്ങളെ ഒരുക്കി വച്ചിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമി മാറിപ്പോയാലും, ഈ ആകാശം മാറിപ്പോയാലും, ആമേൻ നിങ്ങളോടുള്ള എന്റെ രക്ഷയ്ക്ക് ആമേൻ മാറ്റം വരുത്തത്തില്ല. ഹല്ലേലൂയ. ആമേൻ. എന്റെ നീതിക്ക് നീക്കം വരികയില്ല എന്നുള്ളതാണ് അവരോട് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, വചനത്തിന് നമ്മുടെ ഹൃദയങ്ങളോട് ശക്തമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്, അവൻ നമ്മളെ വിളിക്കുക മാത്രമല്ല, അവൻ നമ്മളെ നടത്തുന്ന ദൈവമാ, അവൻ നമ്മളെ പരിപാലിക്കുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കിയാൽ ഞാൻ വന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും കൊണ്ട് ഇരുത്തുവാൻ. ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരുമെന്ന് ആമേൻ വ്യക്തമായിട്ട് കർത്താവ് വാഗ്ദത്തങ്ങളെ നൽകുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സന്നിധിയില് നിരാശപ്പെട്ട ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ, നമ്മുടെ നിരാശകൾ മാറുവാൻ കർത്താവ് വചനത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് ഒന്ന് നോക്കുവാനാണ് ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ വാഗ്ദത്തം എന്താ? ഭൂമി മാറിയാലും ആകാശം മാറിപ്പോയാലും ഹല്ലേലൂയ എന്റെ ആമേൻ രക്ഷ മാറത്തില്ല, എന്റെ നീതിക്ക് മാറ്റം വരുത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മളോട് ദൈവത്തിന്റെ വചനത്തിന് വ്യക്തമായിട്ട് ഇന്ന് രാത്രികാലം ഓർമ്മപ്പെടുത്തുവാനുള്ള ആത്മീയ ദൂത് അത് തന്നെയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് ആമേൻ ഒരിക്കലും മാറ്റം വരത്തില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ കഴിയുന്നു? ഹല്ലേലൂയ. അത് നിങ്ങളുടെ ആമേൻ വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, ആമേൻ നിങ്ങളുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങളിലാകട്ടെ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിലാകട്ടെ, ആമേൻ ദൈവ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ദൈവിക വാഗ്ദത്തങ്ങളെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, അത് ഊവെന്ന് തന്നെയാണ്. അതിനകത്തൊരു മാറ്റം വരത്തില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനത്തിന് ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഹല്ലേലൂയ. അപ്പൊ നോക്കുക, നിരാശകൾ മാറുവാൻ, ദൈവ പ്രവൃത്തിയിലേക്ക് മുന്നോട്ട് പോകുവാന് നിങ്ങൾ ആമേൻ എന്ത് ചെയ്യണം? നിങ്ങളെ വെട്ടിയെടുത്ത ആ പാറയിലേക്ക്, കനിഗർഭത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പ്രാരംഭമായി പറഞ്ഞത്. രണ്ടാമതായിട്ട് പറയുന്നു ഹല്ലേലൂയ ആമേൻ നിങ്ങൾ മുന്നിലേക്ക് നോക്കണം, വാഗ്ദത്തങ്ങളിലേക്ക് നോക്കണം. ഹല്ലേലൂയ. എന്റെ രക്ഷ ഒരിക്കലും മാറിപ്പോകത്തില്ല, എന്റെ നീതി ഒരിക്കലും മാറിപ്പോകുന്നതല്ല, അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. അവരോടുള്ള ബന്ധത്തിൽ ആമേൻ അവരെ ഉറപ്പിക്കുന്നതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. മൂന്നാമതായിട്ട് വീണ്ടും കാണുവാൻ കഴിയുന്ന 7ാമത്തെ വാക്യത്തിലാണ്, നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എന്റെ ന്യായപ്രമാണം ഉള്ള ജനവുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പി, നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണത്തെ പേടിക്കുകയും അരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ പുഴു അവരെ വസ്ത്രത്തെ പോലെ അരിച്ചു കളയും, കൃമി അവരെ കമ്പിളിയെ പോലെ തിന്നുകളയും. എന്നാൽ എന്റെ നീതി ശാശ്വതമായും എന്റെ രക്ഷ തലമുറ തലമുറയായി ഇരിക്കുന്നു. മൂന്നാമതായിട്ട് എന്റെ വാക്കുകളെ കേൾപ്പീൻ എന്ന് ആമേൻ ദൈവം ആമേൻ ഇടപെടുന്ന ഭാഗങ്ങളാണ് 7ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നു, എന്റെ നീതി ആമേൻ പ്രൈസ് ദി ലോർഡ് നീതിയെ ആമേൻ അറിയുന്നവരും പ്രൈസ് ദി ലോർഡ് ഹൃദയത്തിൽ എന്റെ ന്യായപ്രമാണം ഉള്ള ജനവുമായുള്ളവരെ. രണ്ട് കാര്യങ്ങളാണ്. നീതിയെ അറിയുന്നവര്, ഹൃദയത്തില് എന്റെ ന്യായപ്രമാണം ഉള്ള ജനമേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഭയപ്പെടണ്ട, അവരുടെ ദൂഷണത്തെ പേടിക്കരുത്, മനുഷ്യരുടെ നിന്നയെ എന്ത് ചെയ്യണ്ട? ഭയപ്പെടണ്ട എന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാ. മൂന്നാമതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നാം നമ്മിലേക്ക് നോക്കുവാൻ ഇടവരണം. പ്രൈസ് ദി ലോർഡ്. നാം ആരാണ്? പ്രൈസ് ദി ലോർഡ്. നീതിയെ പിന്തുടരുന്നവരാണ്, ദൈവത്തിന്റെ ന്യായപ്രമാണമുള്ളവരാണ്, ദൈവത്തിന്റെ വചനം
അധിവസിക്കുന്നവരാണ് നാം എന്ന് നാം ഇന്ന് രാത്രികാലം തിരിച്ചറിയണം. അതിലൂടെ ദൈവം നമ്മളെ വേർതിരിച്ചിരിക്കുകയാണ്. ദൈവം തന്റെ ജനത്തെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നത് പോലെ വചനത്താൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ ഹല്ലേലൂയ ദൈവം നമ്മളെ വേർതിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ദൈവ പൈതല് ഈ ലോകത്തെ ഭയപ്പെടണമെന്നാണ് തിരുവചനത്തിനകത്ത് പറയുന്നത്. ഒരു മനുഷ്യനെ ഭയപ്പെടേണ്ട, അവന്റെ ക്ഷണികത എന്താണെന്ന് ഇവിടെ വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഭയപ്പെടുന്നത് എന്താ? ബാബിലോണിയ സാമ്രാജ്യം, പ്രൈസ് ദി ലോർഡ്, അധികാരങ്ങൾ, ശക്തികൾ ഇന്നലകളിൽ അവരെ അടക്കി ഭരിച്ചിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവരിപ്പോഴും അതിനെ എന്ത് ചെയ്യുക? ഭയപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മനുഷ്യനെ നീക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. അധികാരങ്ങളെ മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. അവരോട് വ്യക്തമായിട്ട് ഇടപെടുക. ദൈവം ആരാണെന്ന് അവരോട് ഹൃദ്യമായിട്ട് പറയുമ്പോൾ തന്നെ അവരോട് പറയുന്നു, നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവത്തിന്റെ നീതിയെ പിന്തുടരുന്നവരല്ലേ? ദൈവത്തിന്റെ വചനം അധിവസിക്കുന്ന ജനമല്ലേ? ഹല്ലേലൂയ. ആത്മാവിൽ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരല്ലേ? നിങ്ങളെ തങ്കച്ചോര തന്ന് വീണ്ടെടുത്ത ദൈവമക്കളല്ലേ നിങ്ങൾ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, മനുഷ്യരെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ലോകത്തെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അധികാരങ്ങളെ നമ്മൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ തെറ്റായ നിലകളിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ബഹുമാനിക്കണം, ആദരിക്കണം എന്നുള്ളതൊക്കെ തിരുവചനത്തിൽ ഉള്ളപ്പോൾ തന്നെ ഹല്ലേലൂയ ദൈവമക്കളെ ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു മേഖലകളെയും പ്രൈസ് ദി ലോർഡ് ഒരു ദൈവ പൈതൽ ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കുള്ള ദൈവത്തിന്റെ കരുതൽ എന്താണ്? നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ്, പദ്ധതി എന്താണെന്ന് താഴോട്ടുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ 12ാമത്തെ വാക്യം തൊട്ട്, പ്രൈസ് ദി ലോർഡ്, ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ, എന്നാൽ മരിച്ചു പോകുന്ന മർത്യനെയും പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആർ? ആകാശത്തെ വിരിച്ച് ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇട്ടവനായി നിന്റെ സൃഷ്ടാവായ യഹോവയെ നീ മറക്കുകയും പീഡകൻ നശിപ്പിപ്പാൻ ഒരുങ്ങി വരുന്നു എന്ന് വെച്ച് അവന്റെ ക്രോധ നിമിത്തം ദിനം പ്രതി ഇടവിടാതെ പേടിക്കുകയും ചെയ്യുന്നത് എന്ത്? പീഡകന്റെ ക്രോധം എവിടെ? ബദ്ധനായിരിക്കുന്നവനെ വേഗത്തിൽ അഴിച്ചുവിടും. അവൻ കുണ്ടറയിൽ മരിക്കയില്ല, അവന്റെ ആഹാരത്തിന് മുട്ടുവരികയില്ല. തിരകൾ അലറുവാൻ തക്കവണ്ണം സമുദ്രത്തെ കോപിപ്പിക്കുന്നവനായി നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എന്റെ നാമം. ഞാൻ ആകാശത്തെ ഉറപ്പിച്ച് ഭൂമിക്ക് അടിസ്ഥാനം ഇടുകയും സിയോനോട് നീ എന്റെ ജനം എന്ന് പറയുകയും ചെയ്യേണ്ടതിന് ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി എന്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ നോക്കുക, സർവശക്തനായ ദൈവം ആ ജനത്തോട് പറയുകയാണ്, ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇവർ ആശ്വാസം ഇല്ലാതെ, സമാധാനം ഇല്ലാതെ ഇരിക്കുന്ന ജനമാണ്. പ്രൈസ് ദി ലോർഡ്. അവരോട് ദൈവത്തിന്റെ വചനം ഇടപെടുകയാണ്, ഞാൻ തന്നെയാണ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. ഇന്ന് രാത്രികാല ദൈവമക്കളെ, നമുക്കുള്ള ആശ്വാസം ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമ്മുടെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിന്ന്. ആ ദൈവം തരുന്ന സമാധാനമാണ് നിലനിൽക്കുന്ന സമാധാനം എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വശത്ത് ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു, ദൈവം നമ്മളെ ശക്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ മറുവശത്ത് നമ്മൾ ഭയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ശ്രദ്ധിച്ച് 13ാമത്തെ വാക്യത്തിൽ, ആകാശത്തെ വിരിച്ച് ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇട്ടവനായി നിന്റെ സൃഷ്ടാവായ യഹോവയെ നീ മറക്കുകയും പീഡകൻ നശിപ്പിപ്പാൻ ഒരുങ്ങി വരുന്നു എന്ന് വെച്ച് അവന്റെ ക്രോധം നിമിത്തം ദിനംപ്രതി ഇടപെടാതെ പേടിക്കുകയും ചെയ്യുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. അപ്പോ എന്തുകൊണ്ടാണ് ഭയം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. സൃഷ്ടാവായ ദൈവത്തെ നമ്മൾ മറക്കുന്നത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ ശക്തി എന്താണ്? ആ ദൈവത്തിന്റെ ജ്ഞാനം എന്താണ്? ആ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുവാനുള്ള കഴിവെന്താണ്? അത് നമ്മൾ മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ലോക മനുഷ്യനെ ഭയപ്പെടുന്നത് നിമിത്തമായിട്ടാണ് ആ ഭയം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരുവചനം ഇവിടെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. ദൈവമക്കളെ, മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ആശ്വാസം വേണം. ആശ്വാസം ദൈവം തരുവാൻ തയ്യാറാ. അങ്ങനെ ആശ്വാസം ദൈവം തരുവാൻ തയ്യാറാകുമ്പോ നമ്മൾ ഈ ലോകത്തെ ഭയപ്പെട്ട്, മനുഷ്യനെ ഭയപ്പെട്ട് പ്രൈസ് ദി ലോർഡ് ഭയം അകത്തളങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ട് ദൈവ പ്രവൃത്തിക്ക് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയുന്നില്ല. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഹൃദയമായിട്ട്
ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ആമേൻ ആ ഭയത്തെ നമുക്ക് പുറത്തു കളയാം. പ്രൈസ് ദി ലോർഡ്. കാരണം ആശ്വാസം തരുന്ന ദൈവം ആമേൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നത്. ആമേൻ ഇവിടെ നോക്കുക, ബദ്ധനായിരിക്കുന്നവനെ വേഗത്തിൽ അടിച്ചുവിടും. ആമേൻ അവർക്ക് വേഗത്തിൽ ഒരു വിടുതൽ സാധ്യമാകുമെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവർ കുണ്ടറയിൽ മരിക്കത്തില്ല, അവന്റെ ആഹാരത്തിനും മുട്ട് വരത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നോക്കുക, ദൈവം തന്റെ പദ്ധതിക്ക് വേണ്ടി ആമേൻ അവർക്ക് വേണ്ടി വഴി തുറക്കുമ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യമാണ്, ഈ കുണ്ടറയിൽ കിടന്ന് മരിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല, അവിടെ നിന്ന് തുറന്നു വിടും. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല, നിനക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ട് വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം വീണ്ടും താഴോട്ട് നമ്മൾ ആ ഭാഗം വായിച്ചു വരുമ്പോ 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവ എന്നാകുന്നു എന്റെ നാമം, ഞാൻ ആകാശത്തെ ഉറപ്പിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിടുകയും സിയോനോട് നീ എന്റെ ജനം എന്ന് പറയുകയും ചെയ്യേണ്ടതിന് ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി എന്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കുക, ഭയപ്പെട്ടിരിക്കുന്ന ഒരു ജനത്തോട് പറയുകയാണ്, നിങ്ങൾക്ക് ഞാനാണ് ആശ്വാസകൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ഭയത്തിന് കാരണം നിങ്ങൾ സൃഷ്ടാവായ ദൈവത്തെ മറക്കുന്നത് കൊണ്ടാ. ആ ദൈവത്തെ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്നെങ്കിൽ ഭയത്തിന്റെ തലത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും. നിങ്ങൾ കുണ്ടറകളിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് മരിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ ആ കുണ്ടറകളുടെ വാതിലുകളെ ദൈവം തുറന്നു വിടുകയാണ്. ആമേൻ പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മുമ്പോട്ടുള്ള വഴികളിൽ നിങ്ങൾ പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ദൈവം തരും. അതുമാത്രമല്ല, അവന്റെ കൈയുടെ നിഴലിന്റെ ആമേൻ തലത്തില് നിങ്ങളെ മറച്ചുകൊള്ളും എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം ഇവിടെ ശക്തമായി ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവിന് ശക്തമായി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവമക്കളെ ആമേൻ നിങ്ങളുടെ ജീവിതത്തിന് ഇന്നായിരിക്കുന്ന തലത്തിന് ഒരു മാറ്റം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പുറപ്പാട് നിങ്ങൾക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിരാശയുടെ തലത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ ദൈവത്തിന് വേണ്ടി ആമേൻ ഹല്ലേലൂയ ശോഭിക്കുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇന്ന് രാത്രികാലം ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ഇതെല്ലാം ആഗ്രഹിക്കുമ്പോൾ മുന്നോട്ട് വരുവാൻ തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആമേൻ ആ മേഖലകളെ നോക്കിയിട്ട് പറയുവാനുള്ളത്, ഭയമാണോ ആമേൻ പ്രൈസ് ദി ലോർഡ് നിങ്ങളെ മുന്നോട്ട് വരുവാൻ തടസ്സപ്പെടുത്തി നിൽക്കുന്നത്? ആ ഭയത്തെ ഒന്ന് പുറത്തു കളയാം. നിരാശയാണോ? ആ നിരാശയെ പുറത്തു കളയാം. കാരണം എന്താണ്? സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ആശ്വാസകനായിട്ട് നിലനിൽക്കുവാൻ ഇടവരും. ഹല്ലേലൂയ. ആമേൻ ആ ദൈവം നിങ്ങളെ കരങ്ങളിൽ ഹല്ലേലൂയ വഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ ആമേൻ മുമ്പോട്ടുള്ള വഴികളിൽ ഹല്ലേലൂയ ഒന്നിനും കുറവുകൾ വരാതെ നിങ്ങളെ കാക്കുവാൻ മതിയായ ദൈവമാണെന്നാണ് ദൈവത്തിന്റെ വചനം ആമേൻ ഇന്ന് രാത്രികാല് നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 3 വട്ടം അവിടെ തിരുവചനത്തിനകത്ത് പറയുക, നിങ്ങൾ എന്റെ വാക്കുകളെ കേൾക്കുക, നിങ്ങൾ എന്റെ വാക്കുകളെ കേൾക്കുക, നിങ്ങൾ എന്റെ വാക്കുകളെ കേൾക്കുക. നമ്മൾ ഇപ്പോൾ വായിച്ച വേദഭാഗത്തിനകത്ത് ആമേൻ പ്രൈസ് ദി ലോർഡ് ഉണരുക എന്നുള്ള ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. 3 വട്ടം അതേ അധ്യായത്തിനകത്ത് 2 വട്ടവും 52-ാമത്തെ അധ്യായം ആദ്യത്തെ വാക്യങ്ങളിൽ ആമേൻ 1 വട്ടവും, അങ്ങനെ 3 വട്ടം വീണ്ടും ഉണരുക 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 എന്ന് അവരോട് പറയുന്ന ഭാഗങ്ങളാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവിന് ഹൃദയമായി നമ്മുടെ ഹൃദയത്തോട് പറയാനുള്ളത്, 1 നിങ്ങൾ വചനം കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ 2 നിങ്ങൾ ഉണരണം. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണ്? ആമേൻ ഇന്നായിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് ഒരു പുറപ്പാടുണ്ട്. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഒരു ആമേൻ മാറ്റം ദൈവം തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദൈവപ്രവൃത്തി ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഉണരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉണരുവാനാണ് ദൈവത്തിന്റെ വചനം അവരോട് പറയുന്നത്. ഞാനാണ് നിങ്ങളുടെ ആശ്വാസകൻ, ഞാനാണ് നിങ്ങളുടെ കംഫോർട്ട്. ഹല്ലേലൂയ. ആമേൻ പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും അവിടെ നിന്ന് ഞാനാ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരുന്ന ഞാൻ എന്റെ കൈയുടെ നിഴലിൽ നിങ്ങളെ മറച്ചുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ദൈവത്തിന്റെ വചനം അവരോട് ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ടെ. അവിടെ എഴുതിയിരിക്കുന്നത്, യഹോവയുടെ കയ്യിൽ നിന്ന് അവന്റെ ക്രോധത്തിന്റെ പാനപാത്രം കുടിച്ചിട്ടുള്ള യെരൂശലേമേ ഉണരുക ഉണരുക, എഴുന്നേറ്റ് നിൽക്ക, നീ പരിഭ്രമത്തിന്റെ പാനപാത്രപുടം കുടിച്ചു വറ്റിച്ചു കളഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കുക, ഇവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇനി ഉണരേണ്ട സമയമാണ്. കാരണം എന്താണ്? ആമേൻ ദൈവത്തിന്റെ ക്രോധത്തിന്റെ ആമേൻ ആ പാനപാത്രം എന്ത് ചെയ്തിരിക്കുക? നിങ്ങൾ കുടിച്ച് വറ്റിച്ചിരിക്കുക. അതായത് ദൈവത്തിന്റെ ക്രോധം ആമേൻ നിങ്ങളിൽ ആമേൻ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നത് ആമേൻ ദൈവം നീക്കിയിരിക്കുകയാ. ആമേൻ ദൈവം വെച്ച സമയം വരെ
നിങ്ങൾ ആ ക്രോധത്തിന്റെ പാനപാത്രപുടം കുടിച്ച് വറ്റിച്ചിരിക്കുകയും, അതുകൊണ്ട് ആമേൻ, ഇനി ആ നിരാശയുടെ തലത്തിൽ കിടക്കുകയല്ല, നിങ്ങൾ ഉണരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം അവിടെ ശക്തമായിട്ട് അവരോട് ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. 22-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ വീണ്ടും പറയുന്നുണ്ട്, നിന്റെ കർത്താവായ യഹോവയും തന്റെ ജനത്തിന്റെ വ്യവഹാരം നടത്തുന്ന നിന്റെ ദൈവവുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ പരിഭ്രമത്തിന്റെ പാനപാത്രം, എന്റെ ക്രോധത്തിന്റെ പാനപാത്രപുടം തന്നെ നിന്റെ കയ്യിൽ നിന്ന് എടുത്തിരിക്കുന്നു. ഇനി നീ അത് കുടിക്കയില്ല. നിന്നെ ക്ലേശിപ്പിക്കുന്നവരുടെ കയ്യിൽ ഞാൻ അത് കൊടുക്കും. അപ്പോൾ ശ്രദ്ധിച്ചേ, ആമൻ, ഇന്നലകളിൽ ഈ പാനപാത്രപുടം ആമൻ ഇവര് കുടിച്ചുകൊണ്ടിരുന്നു. എന്നാല് ഇന്ന് ആമൻ ഒരു രക്ഷണ്യ പദ്ധതി ദൈവം അവർക്ക് വേണ്ടി വെളിപ്പെടുത്തുമ്പോ ആ പാനപാത്രം ആമൻ ഇന്നലകളിൽ അവർക്ക് ശത്രുക്കളായിരുന്ന ആ ബാബിലോണിനെ ദൈവം കൊടുക്കുന്നു എന്നുള്ളതാണ് ആമൻ ഇവിടെ വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യുവമക്കളെ, എന്നും ഒരേ അവസ്ഥയില് നമ്മൾ കിടക്കുകയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്നലകളിൽ ദൈവം അനുവദിച്ച ഒരു പ്രവാസം ജീവിതത്തിനകത്ത് കടന്നു വന്നിട്ടെങ്കിൽ അതിനകത്ത് ചില ക്രമീകരണങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ആഗ്രഹിക്കുകയാ. ആമേ, ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ആഗ്രഹിക്കുകയാ. നമ്മുടെ കുറവുകളെ കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് നമ്മൾ മടങ്ങി വരുവാൻ ആമേൻ ഇന്ന് രാത്രികാല തീരുമാനമെടുക്കുന്നുവെങ്കിൽ ആ പ്രവാസം മാറ്റിയിട്ട് ഹല്ലേലൂയ ആമേൻ നമ്മുടെ ജീവിതത്തിനകത്ത് ആമേൻ പുതിയൊരു അധ്യായം ഹല്ലേലൂയ എഴുതി ചേർക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാല നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ടായിരിക്കുക, കുറവുകൾ വന്നിട്ടുണ്ടായിരിക്കുക. ആമേ, പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നോട് കോപിച്ചിരിക്കുകയാണോ? ദൈവം എന്നെ ആമേൻ എന്നേക്ക് മറന്നു കളയുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്തുള്ളപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഹൃദയമായി പറയുവാനുള്ളത്, ദൈവം വെച്ചിരിക്കുന്ന ഒരു കാല ദൈർഘ്യമുണ്ട്, ഒരു സമയമുണ്ട്. അതിനപ്പുറത്ത് ആമേൻ പ്രൈസ് ദി ലോർഡ് ഒരു ബാബിലോണിയ സാമ്രാജ്യങ്ങൾക്ക് ആമേൻ ഒരു ദൈവത്തിന്റെ പൈതലിനെ അടക്കി വെക്കുവാൻ കഴിയത്തില്ല. ആമേൻ അതിനപ്പുറത്ത് ഒരു ദൈവിക പ്രവൃത്തി അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തിയെടുക്കുക എന്റെ ദൈവം വിശ്വസ്തനാണെന്നാണ് ദൈവത്തിന്റെ ആലോചന ഹൃദയമായി വിളിച്ചു പറയുന്നത്. ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവ് ഹൃദയമായി ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു രൂപാന്തരം തരുവാൻ, ഒരു വണങ്ങി വരുവ് തരുവാൻ, ആമേൻ നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ ആമേൻ നാം അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാൻ ഒരു അവസരം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും ഇന്നലകളെ ആമേൻ ഓർത്തുകൊണ്ട് ഇന്നലകളിലെ സാഹചര്യങ്ങളിൽ തന്നെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നില്ല, ആമേൻ ആ പ്രവാസം വിട്ട് ഇറങ്ങണം. ഒരു പുറപ്പാട് നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ട്. ആമേൻ ഒരു സീസൺ ഓഫ് ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആവശ്യമാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാല ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ പ്രൈസ് ദി ലോർഡ്. ചൂടുള്ള കാലഘട്ടം കഴിഞ്ഞ് മഴയുടെ കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുക. ഇനി അതിനുശേഷം തണുപ്പുള്ള ആമേൻ ഒരു കാലഘട്ടം സീസൺ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്തും ഹല്ലേലൂയ ഇന്നലത്തെ ആ സീസണിൽ തന്നെ അല്ല നമ്മൾ തുടരേണ്ടത്, അടുത്ത ഒരു സീസണിലേക്ക് നമ്മൾ കടക്കണം. ഹല്ലേലൂയ ദൈവത്തിന്റെ ക്രോധത്തിന്റെ കോപത്തിന്റെ തലത്തിൽ നിന്ന് കുറവുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ആമേൻ ദൈവത്താൽ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട തലത്തിലേക്ക്, ആ ഉണർവിന്റെ തലത്തിലേക്ക്, ആ ആനന്ദത്തിന്റെ തലത്തിലേക്ക്, ആമേൻ ദൈവത്തിന്റെ ജനം ദൈവത്തിൽ സന്തോഷിക്കുന്ന തലത്തിലേക്ക് ഒരു മടങ്ങി വരവ് ആവശ്യമാണെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 52-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചു കൊള്ളുക, വിശുദ്ധ നഗരമായ യെരൂശലേമേ നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചു കൊള്ളുക. ഇനിമേലാൽ അഗ്രചർമ്മി അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. പൊടി കുടഞ്ഞു കളക യെരൂശലേമേ, എഴുന്നേറ്റിരിക്കുക, ബദ്ധനായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ ആമേൻ കുടഞ്ഞു കളക. പ്രൈസ് ദി ലോർഡ്. ആമേൻ അവിടെ 3-ാമതായിട്ട് വീണ്ടും പറയുന്നു, ആമേൻ സിയോനെ ഉണരുക, ഉണരുക, പ്രൈസ് ദി ലോർഡ്, നിന്റെ ബലം ധരിച്ചു കൊള്ളുക, പ്രൈസ് ദി ലോർഡ്, വിശുദ്ധ നഗരമായ യെരൂശലേമേ നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചു കൊള്ളുക. ഇന്ന് രാത്രികാല ദൈവമക്കളെ, ആമേൻ ഒരു ദൈവ പൈതലിന്റെ ബലം എന്നാണെന്നറിയാമോ? ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ ആമേൻ പൈതലിന്റെ ബലം അവന്റെ കൂടെ എത്ര പേരുണ്ട് എന്നുള്ളതല്ല. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന്റെ ബലം അവന്റെ വിശുദ്ധ ജീവിതമാണ്. ഹല്ലേലൂയ. വിശുദ്ധ ആമേൻ ഹല്ലേലൂയ വസ്ത്ര അലങ്കാരത്തോടെ ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ് വിശുദ്ധന്മാർ തങ്ങളുടെ നീതി പ്രവർത്തികളോടെ ഹല്ലേലൂയ തങ്ങളെ തന്നെ അലങ്കരിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധി നിൽക്കുവാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ബലമെന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാ. എത്ര പേർക്ക് ആ വചനത്തിന് മുമ്പാകെ ആമേൻ പറയുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ആമേൻ ദൈവമക്കളെ, ആമേൻ ദൈവസന്നിധി
സന്നദ്ധിയിൽ നമ്മളെ ധൈര്യത്തോടെ നിർത്തുന്നത് എന്താണ്? ഹല്ലേലൂയ, നമ്മുടെ വിശുദ്ധ ജീവിതമാണ്. അതിനപ്പുറത്ത് ആമേൻ ഒന്നുമില്ല. ആമേൻ ഹല്ലേലൂയ, ദൈവസന്നിധി നീതിയോടെ നമ്മളെ പ്രസന്റ് ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, അത് തന്നെയാണ് ഏറ്റവും വലിയ ബലമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാല നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഉണരുക, വിശുദ്ധ അലങ്കാര വസ്ത്രത്തെ ധരിച്ചുകൊണ്ട് ഹല്ലേലൂയ, ആമേൻ, ഇന്നലകളിലെ ആ നുകത്തെ കുടഞ്ഞു കളഞ്ഞുകൊണ്ട് ആമേൻ നിങ്ങൾ ആമേൻ പുറപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം അവിടെ ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളില് ആമേൻ പ്രൈസ് ദി ലോർഡ് നുകത്തിന്റെ കീഴിൽ കിടന്നവരാണ്. എന്നാൽ ആ നുകത്തെ കുടഞ്ഞു കളഞ്ഞിട്ട് ഹല്ലേലൂയ, ശത്രുവായവൻ ഹല്ലേലൂയ നിയന്ത്രിച്ചിരുന്ന നിയന്ത്രണങ്ങളെ കുടഞ്ഞു കളഞ്ഞിട്ട് ഹല്ലേലൂയ, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നവരായി, ദൈവത്താൽ ഉപദേശിക്കപ്പെടുന്നവരായി, ദൈവത്തിന്റെ ആത്മാവിനെ ചലിക്കപ്പെടുന്നവരായി നമ്മുടെ ആത്മീയ ജീവിതം തീരുക എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. 52-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ എഴുതിയിരിക്കുന്നു, വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവീൻ, അശുദ്ധമായതൊന്നും തുടരുത്, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ, യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ, നിങ്ങൾ ബദ്ധപ്പാടോടെ പോകയില്ല, ഓടിപ്പോകയില്ല, യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും, ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിൻപടയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരോട് വളരെ വ്യക്തമായി വചനം പറയുക, വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. പുറപ്പെട്ടു പോരുമ്പോ എങ്ങനെ വരണമെന്നാ പറയുന്നത്? ആമേൻ, അവര് പ്രവാസത്തിലേക്ക് പോയപ്പോൾ അന്യ ദൈവങ്ങളെ ഭജിച്ചുകൊണ്ട് മലിനപ്പെട്ടവരായി പ്രവാസത്തിലേക്ക് അവർ പോയി. എന്നാൽ പ്രവാസം വിട്ട് അവര് പുറത്തേക്ക് വരേണ്ടത് എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടുന്ന് എഴുതിയിരിക്കുന്നു, അശുദ്ധമായതൊന്നും തൊടാതെ അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരും, യഹോവയുടെ ഉപകരണങ്ങൾ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങോട്ട് പോയത് അശുദ്ധിയുടെ അനുഭവത്തിലാണെങ്കിൽ, വീഴ്ചയുടെ അനുഭവത്തിലാണെങ്കിൽ, മടങ്ങി വരേണ്ടത് നിർമ്മലീകരിക്കപ്പെട്ട അനുഭവത്തിലാണ്. ഹല്ലേലൂയ. ശുദ്ധീകരിക്കപ്പെട്ട അനുഭവത്തിലാണ്, വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇവിടെ വചനം പറയുന്നു, യഹോവ നിങ്ങൾക്ക് മുമ്പായിട്ട് നടക്കും, ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിൻപടയായിരിക്കും. ഹല്ലേലൂയ. മുൻപിലാരാണ് ദൈവം, പിൻപിലാരാണ് ദൈവം. ഹല്ലേലൂയ. ആമേൻ. മുൻപടയായി പിൻപടയായി ആമേൻ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ ജനം അവരുടെ സ്വന്തം ദേശത്തേക്കാണ് മടങ്ങി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവമക്കളെ, നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ നല്ല ഇടത്തേക്ക് ആമേൻ യാത്ര തിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഈ ലോകമാകുന്ന ആമേൻ ഈ പ്രവാസം വിട്ടുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് നിത്യമായിട്ടുള്ളൊരു നഗരത്തിലേക്ക് യാത്ര ചെയ്യുവാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇന്നലകളിൽ ഹല്ലേലൂയ കടന്നു വന്ന അശുദ്ധി ഹല്ലേലൂയ ആമേൻ നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടുകൂടി ആമേൻ കർത്താവിന് മുമ്പിൽ നമ്മളെ തന്നെ നിർമ്മല കന്യകയായിട്ട് ഹല്ലേലൂയ പ്രസന്റ് ചെയ്യുക. ആമേൻ. ഒരുക്കമുള്ളവരായി, വിശുദ്ധിയുള്ളവരായി ഹല്ലേലൂയ നമ്മളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ പരിപാലിച്ചുകൊണ്ട്, കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആയിരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ലോകം നമ്മളെ ആമേൻ പുറകോട്ട് വലിക്കും. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കുറവുകൾ ആമേൻ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് മനസാക്ഷിയിലേക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആമേൻ നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ വിഷയമാണെങ്കിലും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചപ്പോ ആമേൻ കർത്താവ് എന്നേക്കുമായി നീക്കിക്കളഞ്ഞ പാപമാണെങ്കിലും ആമേൻ ചില സമയത്ത് പിശാച് ഇതൊക്കെ നമ്മുടെ മനസാക്ഷിയിലേക്ക് കൊണ്ടുവന്നിട്ട് പുറകോട്ട് വലിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവത്തിന് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ആമേൻ പ്രൈസ് ദി ലോർഡ്, ആമേൻ യേശു ക്രിസ്തു ക്രൂശിൽ നിങ്ങളുടെ സകല പാപങ്ങളെ ക്ഷമിച്ചു തന്നിരിക്കുകയാ. ആ ക്രോധത്തിന്റെ പുട നിങ്ങൾ കുടിച്ചു തീർത്തിരിക്കുകയാ. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾക്കൊരു പുറപ്പാടാണുള്ളത്. ആമേൻ. ഈ വിശുദ്ധ ജീവിതം ആമേൻ ഈ ദിവസങ്ങളിൽ നയിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായി നമ്മൾ തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി നമ്മുടെ ജീവിതത്തോട് പറയുകയാണ്. ഇവിടെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത് ലോകമനുഷ്യരല്ല. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരുന്നത് ലോകമല്ല. ആമേൻ പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവമാണ്. ആമേൻ പ്രൈസ് ദി ലോർഡ്. ആമേൻ കുണ്ടറയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്നെ എന്റെ കരങ്ങളിൽ ഞാൻ വഹിച്ചുകൊള്ളും, ആ കരത്തിന്റെ നിഴലിൽ ഞാൻ വഹിച്ചുകൊള്ളും. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ കഴിയുന്നു? ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച്
പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ആമേൻ. മുമ്പോട്ട് പോകുവാൻ കഴിയാതെ, ആത്മീയ ജീവിതത്തിനകത്ത് മുന്നോട്ട് പോകുവാൻ കഴിയാതെ, പല നിരാശകൾ അസ്ഥിയോട് ചേരാതെ ഉണങ്ങി വരണ്ടിരിക്കുന്നത് പോലെ, ഇസ്രയേലിന്റെ ജീവിത സാഹചര്യങ്ങൾ പോലെ കുഴിക്കകത്ത് ഇറങ്ങിപ്പോയതുപോലെ ആമേൻ നമ്മുടെ ജീവിതമായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ആ കുഴിയിൽ നിന്ന് ഞാൻ കയറ്റും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ജീവിക്കേണ്ടതിന് എന്റെ ആത്മാവിനെ നിങ്ങളിലേക്കാക്കും. ഇന്ന് രാത്രികാലം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ, എന്റെ ജീവിതത്തിൽ നിരാശ മാറുക, എന്റെ ജീവിതത്തിലെ ഭയം മാറുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആത്മീയ ജീവിതത്തിൽ ഞാൻ ശക്തിപ്പെടുക. ദൈവമേ, നിന്റെ ആത്മാവിനെ എന്നിലേക്ക് പകരണമേ എന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കഴിയുന്നു? ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയാണെങ്കിൽ അവൻ നമ്മളെ ജീവിപ്പിക്കുവാൻ മതിയായ ദൈവമാണെന്ന് ദൈവത്തിന്റെ വചനശക്തമായി നമ്മുടെ ജീവിതത്തോട് പറയുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഓരോ ദിവസവും നമ്മളെ തന്നെ ഒരുക്കുവാൻ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറില്ലേ? ആത്മീയ ജീവിതത്തിനകത്ത് ഒരുങ്ങുവാൻ എത്ര പേർ തയ്യാറാകുന്നു? ഹല്ലേലൂയ. എത്ര പേർ തങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിന്ന് കണ്ടുണരുവാൻ തയ്യാറാകുന്നു? പ്രൈസ് ദി ലോർഡ്. എവിടെയെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ടോ? എവിടെയെങ്കിലും പ്രൈസ് ദി ലോർഡ് നുകത്തിന്റെ കീഴിലേക്ക് വീണുപോയ സാഹചര്യങ്ങളുണ്ടോ? ഇന്ന് രാത്രികാലം ഏറ്റുപറയേണ്ടതിന് ഏറ്റുപറയുക, ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കുക. വിശുദ്ധ ജീവിതം നയിക്കേണ്ട മേഖലകളിൽ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. തങ്ങളെ തന്നെ ഒരുക്കി കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. ഒരു യാത്ര നമുക്കുണ്ട്. ആ യാത്രയുടെ അവസാനത്തെങ്കിൽ ആ ദൈവിക സാന്നിധ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്നുള്ള ഉറപ്പോടുകൂടി ഈ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. ഈ വചനങ്ങളാൽ എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.